ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സോ നമ്മൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പുകൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓണം ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം പഠനത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നമ്മളിപ്പോൾ ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്ന ദിവസങ്ങളാണ്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് എല്ലാവരും തിരിച്ച് നമ്മളുടെ സ്ഥലങ്ങളിലേക്ക് എത്തും. ദെൻ ഇനി നമ്മളുടെ ഫോക്കസ് നമ്മളുടെ എക്സാം പ്രിപ്പറേഷൻ മാത്രമായിരിക്കും. നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ഓണം നമുക്ക് ആഘോഷിക്കാം. സോ ഇനി നമ്മളുടെ May 24 എന്ന് പറയുന്ന ഒരു ഡേയിലേക്കായിരിക്കണം നമ്മളുടെ ഫുള്ള് ഫോക്കസ് പോകേണ്ടത്. സോ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരാണ്, ഒരു 2-3 മാസങ്ങളായി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ദെൻ ആ ഒരു ഹണിമൂൺ പീരീഡ് എൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പുതിയ ബുക്കുകൾ വാങ്ങിച്ചു, ലക്ഷ്മികാന്ത് നമ്മൾ പഠിച്ചു, ലക്ഷ്മികാന്ത് വാങ്ങിക്കാനായിട്ട് നമ്മൾ പാളയത്തേക്ക് പോയി. ദെൻ നമുക്ക് സെറ്റിൽ ആവാനായിട്ട് കുറച്ച് ടൈം വേണ്ടി വന്നു. നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് പുതിയ ഫ്രണ്ട്സിനെ കാണാനായിട്ട് അല്ലെങ്കിൽ പുതിയ ആളുകളായിട്ട് പരിചയപ്പെടാനായിട്ട്, ഫുഡുകൾ ഏൽപ്പിക്കാനായിട്ട് ദെൻ വേറൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നു. അതിൻ്റെ എല്ലാം ഒരു ഫേസ് കറന്റ് എൻഡ് ചെയ്തിരിക്കുകയാണ്. പുതിയൊരു സ്ഥലത്തേക്ക് മാറിയതിൻ്റെ, പുതിയൊരു വിഷയം പഠിക്കുന്നതിൻ്റെ എല്ലാം ഫേസ് കറന്റ് എൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ കുറച്ച് നോളജും കുറച്ച് കണ്ടന്റുകളും നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് ഈ 3 മാസങ്ങൾ കൊണ്ട്. NCERT-യിൽ നമ്മളുടെ സ്റ്റാറ്റിക് ടോപ്പിക്കുകളിൽ, നമ്മളുടെ കറണ്ട് അഫയേഴ്സ് സെഷനുകളിൽ എല്ലാത്തിലും നമ്മൾ കണ്ടന്റുകൾ ബിൽഡ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ മെയിൻ ഫോക്കസ് എക്സാമിനേഷൻ മാത്രമായിരിക്കണം. വേറെ ഒരു ഡിസ്ട്രാക്ഷനുകളും ഇല്ല. കാരണം ഇനി പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ, ഇനി കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇത് ക്ലിയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും തുടങ്ങുമ്പോൾ തന്നെ ഇതിനുള്ള പ്രിപ്പറേഷനുകൾ എടുക്കുന്ന പിള്ളേരുകളുണ്ട്. സോ അവരായിട്ടാണ് IIT, IIM പോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ആളുകളായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരു 10 ലക്ഷം പേര് നമ്മളുടെ മുന്നിലുണ്ട്. അതിലൊരു 2 ലക്ഷത്തോളം ആളുകൾ നമ്മളുടെ തൊട്ട് മുന്നിൽ നമ്മളോട് കോമ്പീറ്റ് ചെയ്യാനായിട്ടുണ്ട് എന്ന് വിചാരിച്ചു വേണം നിങ്ങൾ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഓരോ ദിവസവും പ്രിപ്പയർ ചെയ്യാനായിട്ടും. സോ ഇനി നമുക്ക് കളിച്ചിരിക്കാനായിട്ടോ ഇനി നമുക്ക് സമയം കളയാനായിട്ടോ ഇല്ല. മാക്സിമം പ്രിപ്പറേഷൻ നമ്മളുടെ ഇൻറ്റൻസീവ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം. സോ കഴിഞ്ഞൊരു 4 ദിവസത്തിൽ എന്താണ് ന്യൂസ് പേഴ്സ്പെക്റ്റീവിൽ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു? പ്രധാനമായിട്ടും എക്കോണമിക്കലായിട്ട് GSTയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ GSTയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ്? 2 സ്ലാബുകളിലേക്ക് ചുരുക്കി. സെപ്റ്റംബർ 22 മുതൽ നിലവിൽ വരുമെന്ന് ആര് പറഞ്ഞു? GST കൗൺസിൽ ഹെഡഡ് ബൈ ദ നിർമ്മല സീതാരാമൻ ജി പറഞ്ഞു. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ 4 ദിവസങ്ങളിൽ സംഭവിച്ചത്. ദെൻ സ്ട്രാറ്റജിക് റിലേഷനുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ട്രെയിനിങ് വെസൽസ്, ഇന്ത്യയുടെ ഒരു ട്രെയിനിങ് വെസൽസ് സീഷെൽസിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് സീഷെൽസിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സീഷെൽസിൽ ഡോക്ക് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ദെൻ വേറെ എന്തൊക്കെയാണ് വിഷയം? പൊളിറ്റിക്സിൽ പല വിഷയങ്ങളും വരുന്നുണ്ട്. മഹാരാഷ്ട്ര റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ട്, ദെൻ ബീഹാറിൽ ചില വിഷയങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ എന്തൊക്കെയാണ് വിഷയം? കേരളത്തിൽ അത്ര വലിയ വിഷയങ്ങളൊന്നും കറന്റ് ഈ 4-5 ദിവസങ്ങളായിട്ട് നടന്നിട്ടില്ല. ഓണം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന ഒരു വിഷയം. ഓക്കെ, സോ നമുക്ക് ഇന്ന് തുടങ്ങി ഇന്നത്തെ കറന്റ് ന്യൂസുകളെ പെർസ്പെക്റ്റീവിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി പോകാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ആർട്ടിക്കിൾ ഐ ചൂസ് ഈസ് റിലേറ്റഡ് ടു ആൻ യെസ്റ്റർഡേസ് ആർട്ടിക്കിൾ, ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എഗ്രിമെന്റ്. അതായത് ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. ദിസ് ഈസ് ആൻ ഇന്റർനാഷണൽ എഗ്രിമെന്റ് അണ്ടർ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ലോ ഓൺ സീസ്. അതായത് യുണൈറ്റഡ് നേഷന്റെ കൺവെൻഷൻ ഓൺ ലോസ് ഓൺ സീസിന്റെ ഒരു ഉപ എഗ്രിമെന്റ് ഉണ്ട്. ഉപ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, എന്നാൽ കടൽ നിയമങ്ങളെ ബന്ധപ്പെടുത്തുന്ന അല്ലെങ്കിൽ കടലിന്റെ കൺസർവേഷൻ, സീ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നിയമമുണ്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ നിയമങ്ങൾ ഇനാക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നമ്മൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പഠിച്ചപ്പോൾ പറഞ്ഞു എന്താണ്? സ്റ്റോക്ക്ഹോം കൺവെൻഷനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ ഇനീഷ്യേറ്റീവുകൾ നമ്മൾ ലീഗലൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ 1972 നമ്മൾ എന്താണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഇംപ്ലിമെന്റ് ചെയ്തത്. അതേപോലെ ഓരോ ഇന്റർനാഷണൽ ട്രീറ്റീസും നമ്മൾ സൈൻ ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റ് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാനായിട്ട്, കാരണം ഇന്ത്യ ഒരു സോവറിൻ കൺട്രിയാണ്. സോ
ആ ഒരു എഫക്റ്റ് പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്ത്യയിലെ പുതിയ നിയമങ്ങൾ നമ്മൾ രൂപീകരിക്കും. സോ അതുമായി ബന്ധപ്പെട്ട് ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എഗ്രിമെന്റ് എന്ന് പറയുന്ന എഗ്രിമെന്റിനെ അനർത്ഥമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ പുതിയ നിയമങ്ങൾ ഇനാക്ട് ചെയ്യാനായിട്ടുള്ള ആലോചനയിലാണ്. അപ്പൊ എന്താണ് ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എഗ്രിമെന്റ്, ദെൻ എന്താണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓൺ സീസ് എന്നൊന്നും നമുക്ക് ഒന്ന് നോക്കി പോകണം. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എഗ്രിമെന്റ് എന്ന് പറയുന്നതാണ് ഹൈ സീ ട്രീറ്റി എന്ന് കൂടിയിട്ട് ഇത് അറിയപ്പെടും. എന്തുകൊണ്ടാണ് ഹൈ സീ ട്രീറ്റി എന്ന് അറിയപ്പെടുന്നത്? അതായത് ഒരു ഓഷ്യനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കാണ്? ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഉണ്ട്, അല്ലെങ്കിൽ ഓരോ രാഷ്ട്രങ്ങൾക്കും ഉണ്ട്. സ്റ്റേറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രങ്ങളെയാണ്. സോ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത് കിടക്കുന്ന സീ ഏരിയ അല്ലെങ്കിൽ മാരിടൈം ഏരിയയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം വരുന്നത്. പക്ഷേ ഈ ഹൈ സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈ സീസ് എന്ന് പറയുന്നതും യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ലോസ് ഓഫ് സീസ് അല്ലെങ്കിൽ ഉൻക്ലോസ് എന്ന് പറയും. സോ 1982 ഉൻക്ലോസ് ട്രീറ്റി പ്രകാരം നമ്മളുടെ ഓഷ്യനെ നമ്മൾ പല ഡിഫറെന്റ് കാറ്റഗറീസിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കാണും. ഓക്കെ, സോ ഇങ്ങനെ പല കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്തതിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ദൂരത്ത് കിടക്കുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ഹൈ സീസ് എന്ന് പറയുന്നത്. അവിടെ ഈ ഹൈ സീസിൽ ആർക്കാണ് അധികാരം? ഹൈ സീസിൽ എല്ലാ കൺട്രീസിനും അധികാരമുണ്ട്. ഓക്കെ, എല്ലാ കൺട്രീസിലും അധികാരമുണ്ട്. അപ്പോ ആര് ഹൈ സീസിലെ റിസോഴ്സസുകളെയും ഹൈ സീസിലെ ഓഷ്യൻ കവറുകളെയും പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ അത് പണ്ട് മുതലേ നിൽക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ടെറിട്ടോറിയൽ സീയിൽ അവരവരുടെ രാജ്യം, നിയറസ്റ്റ് ആയിട്ടുള്ള രാജ്യം പ്രൊട്ടക്ട് ചെയ്യും. എക്സ്ക്ലൂസീവ് എക്കോണമിക് സോണിലും ചിലപ്പോൾ ഒരു രാജ്യം പ്രൊട്ടക്ട് ചെയ്യാം. പക്ഷേ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ കഴിഞ്ഞ് ബേസ് ലൈനിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞിട്ടുള്ള ഹൈ സീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആർക്കാണ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള അധികാരം? സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ. നാഷണൽ ജൂറിസ്ഡിക്ഷനും കഴിഞ്ഞിട്ട്, ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ലാൻഡ് ബോർഡേഴ്സിലേക്ക് മാത്രമാണ് പോകുന്നത്. പക്ഷേ ഇത് നമ്മളുടെ ഹൈ സീസ് അല്ലെങ്കിൽ ഓഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനേബിൾ ചെയ്ത ഒരു എഗ്രിമെന്റ് ആണ്. 2023 ജൂണോട് കൂടിയിട്ടാണ് ഈ ഒരു എഗ്രിമെന്റ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു എഗ്രിമെന്റ് നിലവിൽ വരുന്നത് 2 വർഷത്തേക്ക് പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും തുറന്നു കൊടുത്തു. കറന്റ് ഇപ്പോൾ ഒരു 140ഓളം രാജ്യങ്ങൾ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഒരു 55 പേരോളം ഇത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് റാറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എഗ്രിമെന്റ് സൈൻ ചെയ്യുക, റാറ്റിഫൈ ചെയ്യുക. സൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എഗ്രിമെന്റിൽ ഭാഗഭാക്കാണ്. റാറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൺട്രീസും സോവറിൻ കൺട്രീസ് അല്ലേ, പരമാധികാരമുള്ള കൺട്രീസ് അല്ലേ. അപ്പോ ഒരു ഇന്റർനാഷണൽ ലോ അവിടെ നടപ്പാക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ഒരു ഇന്റർനാഷണൽ ലോ നടപ്പാക്കണമെങ്കിൽ ഇന്ത്യക്കാര് നിയമങ്ങൾ നിർമ്മിക്കണം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പല നിയമങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് ജനീവ കൺവെൻഷൻസ് അല്ലെങ്കിൽ ജനീവ കൺവെൻഷൻസിന്റെ ഉത്തരവുകൾ അല്ലെങ്കിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് ലോസ് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ നിയമങ്ങൾ നിർമ്മിക്കുന്നതിനെയാണ് ഈ റാറ്റിഫൈ ചെയ്യുക. നമ്മൾ എഗ്രി മാത്രമല്ല, റാറ്റിഫൈ കൂടി ചെയ്യുകയാണ്. സോ നമ്മൾ ഇപ്പോൾ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഈ ഒരു എഗ്രിമെന്റിനെ റാറ്റിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം. മറൈൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഓഷ്യൻ നാഷണൽ പാർക്കുകൾ, നമ്മൾ നാഷണൽ പാർക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഓഷ്യൻ പാർക്കുകൾ നമ്മൾ ഈ ഒരു റെഗുലേഷനിലൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ദെൻ റെഗുലേറ്റിംഗ് എക്സ്ട്രാക്റ്റീവ് ആക്ടിവിറ്റീസ്, നമ്മൾ ഖനനം പോലുള്ള കാര്യങ്ങൾ, അവിടെ റിസർച്ചുകൾ, ദെൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ലിമിറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ നോക്കുന്നുണ്ട്. കാരണം ഈ ഹൈ സീസിൽ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു നിയമമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. കാരണം ആരുടെയും ഭാഗവാക്കുകളല്ല. എന്നാൽ അതിന് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കുകയും അതുമായിട്ട് എഗ്രിമെന്റിൽ ഒപ്പിടുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഓഷ്യൻ പാർട്ടിനെ കൺസർവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റുകൾ നടത്തുക, ക്രോസ് ബോർഡർ ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് വരുമ്പോൾ അതിന്റെ ഇമ്പാക്റ്റുകൾ എങ്ങനെയാണെന്ന് നോക്കുന്നതൊക്കെയാണ് ഈ എൻവിറോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. ദെൻ പ്രിവെൻഷൻ ഫോക്കസുകൾ എല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിന്റെ അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന ആക്ടുകളുടെ ലക്ഷ്യം. ദെൻ അതുമാത്രമല്ല, സപ്പോർട്ടിങ് ഡെവലപ്പിംഗ് കൺട്രീസ്. സോ ഇന്ത്യൻ ഓഷ്യൻ അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ തീരങ്ങളിലൊക്കെ
നെറ്റ് സർവീസ് പ്രൊവൈഡർ ആകാനായിട്ടും ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് മാരിടൈം സെക്യൂരിറ്റിയും അവരുടെ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷനും ഉതകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയം വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റിയാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യ 2024 ഇത് സൈൻ ചെയ്യുന്നത്. ദെൻ റാറ്റിഫിക്കേഷൻ പെൻഡിങ് ആണ്, ഹാസ് നോട്ട് യെറ്റ് റാറ്റിഫൈഡ്, മീനിങ് നോട്ട് ലീഗലി ബൗണ്ട് ടു ട്രീറ്റി ഒബ്ലിഗേഷൻസ്. അതായത് ഇനി റാറ്റിഫൈ ചെയ്യണം നമ്മൾ, അതായത് ഇന്ത്യ നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് റാറ്റിഫൈ ചെയ്യുന്നത് കറന്റ്ലി പെൻഡിങ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു അവസരത്തിൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് സീസ് പ്രകാരം എങ്ങനെയാണ് നമ്മളുടെ ഓഷ്യനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കണം. ഈ ഒരു മാപ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ പല ക്ലാസ്സുകളിലും ഈ ഒരു മാപ്പ് ചിലപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഇൻലാൻഡ് വാട്ടർ ബോഡീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻലാൻഡ് വാട്ടേഴ്സ് ഉണ്ട്. നമ്മളുടെ പുഴ കടലിലേക്ക് ഒഴുകിച്ചേരുന്ന സ്ഥലം, ദെൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമുഖങ്ങൾ, ദെൻ വേറെ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്, നമ്മളുടെ ഈ കണ്ടൽ കാടുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഇൻലാൻഡ് വാട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അതിന്റെ പെർഫെക്റ്റ് കൺട്രോൾ ആരായിരിക്കും? അവിടെയുള്ള രാജ്യങ്ങൾക്കായിരിക്കും, കോസ്റ്റൽ റീജിയനായിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റൽ കൺട്രിക്കായിരിക്കും. ദെൻ നമ്മൾ സീനെ അല്ലെങ്കിൽ ഓഷനെ ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്തത് ഒരു ബേസ് ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഇൻലാൻഡ് വാട്ടറെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇൻലാൻഡ് വാട്ടറിന് ഒരു കൺട്രിക്ക് പരിപൂർണ അധികാരമാണ്, നിങ്ങളുടെ അധികാരത്തിലൊന്നും ഞങ്ങൾ കൈയേറുന്നില്ല എന്ന് പറഞ്ഞു. ദെൻ UNCLOS 1982 യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോസ് ഓഫ് സീസ് പ്രകാരം 1982 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഒരു ബേസ് ലൈൻ വരച്ചു. നമുക്കിത് മൊത്തം ഡിവൈഡ് ചെയ്യണം, ഓഷ്യൻസിനെ മൊത്തം ഡിവൈഡ് ചെയ്യണം. ഇത് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു ബേസ് ലൈൻ വരച്ചു, ഇൻലാൻഡ് വാട്ടേഴ്സിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ബേസ് ലൈൻ വരച്ചു. അവിടെ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരം, ബേസ് ലൈനിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരം നമ്മൾ ടെറിറ്റോറിയൽ സീ ആയിട്ട് കണക്കാക്കി. എന്തായിട്ട് കണക്കാക്കി? ടെറിറ്റോറിയൽ സീ. ദെൻ ഈ ടെറിറ്റോറിയൽ സീയിൽ നിന്ന് ഒരു 12 നോട്ടിക്കൽ മൈൽ വരെ, ടെറിറ്റോറിയൽ സീയിൽ നിന്ന് ഒരു 12 നോട്ടിക്കൽ മൈൽ വരെ എന്തായി? കണ്ടീജിയസ് സോൺ എന്ന് നമ്മൾ അറിയപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കി. സോ ആദ്യം ടെറിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ടുള്ള അധികാരം ആർക്കായിരിക്കും? നിയറസ്റ്റ് കോസ്റ്റൽ കൺട്രിക്ക് ആയിരിക്കും അവിടെ പൂർണ്ണമായിട്ടുള്ള അധികാരം. ദെൻ ദ സെക്കൻഡ് കേസ് എന്താണ്? നമ്മളുടെ ടെറിറ്റോറിയൽ സീ എൻഡ് ചെയ്യുന്നത് തുടങ്ങിയിട്ട് ഒരു 12 നോട്ടിക്കൽ മൈൽ കണ്ടീജിയസ് സോൺ ആയിട്ട് നമ്മൾ കണക്കാക്കി. ദെൻ ഈ ടെറിറ്റോറിയൽ സീ എൻഡ് ചെയ്യുന്നത് മുതൽ കണ്ടീജിയസ് സോൺ ഉൾപ്പെടെ നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ ആയിട്ട് നമ്മൾ കണക്കാക്കി. ഓക്കെ, സോ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ, ഇവിടെ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് വരാം, കപ്പലുകൾ കടന്നു പോകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ ആണത്. എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ അത് എല്ലാ രാജ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ എക്കോണമിക് സോൺ ആയിട്ട് ആക്ട് ചെയ്യാം. അതായത് കപ്പലുകൾക്ക് വരാം, ചരക്ക് നീക്കങ്ങൾ ചെയ്യാം, മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെയുള്ള റിസോഴ്സുകളിൽ റിസർച്ച് ചെയ്യുന്നത്, അവിടുത്തെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ്? നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റൽ കൺട്രിയാണ്. ഓക്കെ, സോ ഒരു ഏകദേശം ബേസ് ലൈനിൽ നിന്ന് ഒരു 200 നോട്ടിക്കൽ മൈൽ വരെ, അതായത് എക്സാക്ട്ലി 200 നോട്ടിക്കൽ മൈലല്ല, 200 നിന്ന് ഒരു 12 നോട്ടിക്കൽ മൈൽ കുറയ്ക്കണം. അതായത് ടെറിറ്റോറിയൽ സീയുടെ ഒരു 12 നോട്ടിക്കൽ മൈൽ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ കിട്ടുന്നതാണ് നമ്മളുടെ ഈ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ. ദെൻ ഈ 200 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ബേസ് ലൈനിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന കാര്യമാണ് ഈ ഹൈ സീസ്. ഓക്കെ, ഈ ഹൈ സീസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ലാർജ് ഓഷ്യൻ പാർട്ടാണ്. ഇവിടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അധികാരം ആർക്കില്ല? നമ്മളുടെ കോസ്റ്റൽ കൺട്രീസിന് പ്രൊട്ടക്ട് ചെയ്യേണ്ട അധികാരമില്ല. സോ ഈ ഏരിയാസിലെ ഓഷ്യൻ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ട്രീറ്റി വെച്ചിരിക്കുന്നത്? നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റി നമ്മൾ വെച്ചിരിക്കുന്നത്. സോ എവിടെയാണ്? ബേസ് ലൈൻ നമ്മൾ വരച്ചതിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ഹൈ സീസിനെ നമുക്ക്
പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഓരോ രാജ്യങ്ങളും ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? നാഷണൽ പാർക്കുകൾ പോലെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ദെൻ ട്രേഡുകൾ അല്ലെങ്കിൽ അവിടെ ക്രിയേറ്റ് എക്സ്പ്ലോറേഷൻ മെഷേഴ്സുകൾ എല്ലാം നമ്മൾ എൻവിറോൺമെന്റ് ഇമ്പാക്ട് സ്റ്റഡി നടത്തും. ദെൻ മ്യൂച്വൽ കൺസേണുകളോട് കൂടിയിട്ടായിരിക്കും അല്ലെങ്കിൽ കൺസെന്റുകളോട് കൂടിയിട്ടായിരിക്കും നമ്മൾ അവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ട്രീറ്റിയുടെ പ്രത്യേകത. സോ മനസ്സിലായല്ലോ, മാരിടൈം സോണുകളെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഇന്റേണൽ വാട്ടർ, ദെൻ ടെറിറ്റോറിയൽ സീ 12 നോട്ടിക്കൽ മൈൽ വരെ. ദെൻ അടുത്തത് കണ്ടീജിയസ് സോൺ ആണ്. 12 നോട്ടിക്കൽ മൈൽ അല്ല, നമ്മളുടെ ടെറിറ്റോറിയൽ സീയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ, നമ്മളുടെ ഇന്റേണൽ വാട്ടറിൽ നിന്ന് 24 നോട്ടിക്കൽ മൈൽസ് ആണ്. ഓക്കെ, അപ്പൊ അത് തെറ്റിപ്പോകരുത്. ഈ ഒരു ഫോട്ടോ നിങ്ങൾ കൃത്യമായിട്ട് മനഃപ്പാടമാക്കണം. ദെൻ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ 200 നോട്ടിക്കൽ മൈൽ സോണിനെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺ എന്ന് പറയുന്നത്. ദെൻ അവിടെ എന്താണ് പ്രത്യേകത? അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പലുകൾക്ക് വരാം. ആർക്ക് വരാം? നമ്മളുടെ പുറത്തുനിന്നുള്ള എക്കോണമിക് കപ്പലുകൾക്ക് വരികയും അതിലൂടെ സഞ്ചാരപാത യോഗ്യമാക്കുകയും ചെയ്യും. പക്ഷേ അവിടെ എക്സ്പ്ലോർ ചെയ്യുക, ദെൻ അവിടുത്തെ വിഭവങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, അവിടെ റിസർച്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, എല്ലാം ആർക്കാണ്? നമ്മളുടെ നിയറസ്റ്റ് കോസ്റ്റൽ കൺട്രീസിനാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഹൈ സീസ് എന്ന് പറയുമ്പോൾ 200 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഹൈ സീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു പോർഷൻ ക്ലിയർ ആയല്ലോ. സോ നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് റെക്കോർഡ് ആയില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു സോളാർ എക്ലിപ്സുകൾ അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദ എക്ലിപ്സ്. ഇന്നലെ ഒരു ലൂണാർ എക്ലിപ്സ് ഹാപ്പൻ ചെയ്തിരിക്കുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്ലിപ്സുകളെ, ഗ്രഹണങ്ങളെ കുറിച്ചിട്ട് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ എന്താണ് ഗ്രഹണം? നമ്മൾ ഗ്രഹണി ബാധിച്ചു അല്ലെങ്കിൽ ഗ്രഹണം, അതായത് ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റ് വന്നിട്ട് കവർ ചെയ്യുകയും പുറത്തു നിന്നുള്ള ഒരു ഒബ്ജക്റ്റിന്റെ സൺറൈസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതെ നിൽക്കുന്നതിനെയാണ് ഗ്രഹണം എന്ന് നമ്മൾ നോർമലി പറയുക. സോ നമ്മൾ പല സിനിമാ ഡയലോഗുകളും കേട്ടിട്ടുണ്ട്. ഗ്രഹണി ബാധിച്ചു കഴിഞ്ഞാൽ പുറത്തു വരാനായിട്ട് അതിനൊരു സമയമുണ്ടെന്നൊക്കെ പറയുന്ന സിനിമാ ഡയലോഗുകൾ കേട്ടിട്ടുണ്ട്. സോ ഈ എക്ലിപ്സുകളെ, ഗ്രഹണത്തെ നമ്മളൊന്ന് UPSC പെർസ്പെക്റ്റീവിൽ അനലൈസ് ചെയ്യുകയാണ് ഇവിടെ. സോ അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഫുൾ മൂൺ എന്നും എന്താണ് ബ്ലൂ മൂൺ എന്നും ഉള്ളത് ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്തതാണ്, പക്ഷേ റെക്കോർഡിംഗ് പൂർണ്ണമായിട്ട് വന്നില്ല. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫുൾ മൂൺ, എന്താണ് ന്യൂ മൂൺ എന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. അതായത് അമാവാസി എന്താണ്? ചില സമയങ്ങളിൽ നമ്മൾ ചന്ദ്രനെ കാണാറില്ല, ചില സമയങ്ങളിൽ നമ്മൾ ചന്ദ്രനെ ഫുള്ളി കാണും. ഇതെന്താണ്? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ അറിയാത്ത ചിലർക്ക് അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവുള്ള ചിലർക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ചന്ദ്രന്റെ പ്രകാശത്തിന് കാരണം എന്താണ്? സൂര്യൻ തന്നെയാണ്. മന്നവേന്ദ്ര നിൻമുഖം വിളങ്ങുന്നു ചന്ദ്രനെ പോൽ എന്ന് കവി പാടിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ചന്ദ്രന്റെ പ്രകാശത്തിന് കാരണം എന്താണ്? നമ്മളുടെ സൂര്യന്റെ എന്താണ്? റിഫ്ലക്ഷൻ ആണ്. സൂര്യന്റെ റേസ് വരികയും അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ചന്ദ്രന്റെ എന്തിന് കാരണം? റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ചന്ദ്രന്റെ പ്രകാശത്തിന് കാരണം. പക്ഷേ ചില സമയങ്ങളിൽ ചന്ദ്രൻ കറങ്ങുന്നുണ്ട്, ഇവിടെ ചന്ദ്രൻ ഭൂമിയെ കറങ്ങുന്നുണ്ട്, ഭൂമി സൂര്യനെ കറങ്ങുന്നുണ്ട്. ചില സമയങ്ങളിൽ ചന്ദ്രൻ കറങ്ങി 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 വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കറങ്ങി 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 സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിലേക്കാകും. നിങ്ങൾ ഈ ഫസ്റ്റ് പൊസിഷൻ നോക്കി, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു പൊസിഷൻ വന്നു കഴിയുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യന്റെ കിരണം, സൂര്യന്റെ റിഫ്ലക്ഷൻ ചന്ദ്രന്റെ മറ്റൊരു പാർട്ടിൽ മാത്രമാണ് അടിക്കുക. ഓക്കെ, ചന്ദ്രന്റെ അതർ സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്, ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ചന്ദ്രന്റെ റിഫ്ലക്ഷൻ അടിക്കുക. സോ നമുക്ക് ചന്ദ്രനെ, മൂണിനെ ഡയറക്ട്ലി വിസിബിൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഡയറക്ട്ലി ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്ദ്രനെ കാണാൻ പറ്റില്ല. പക്ഷെ ഭൂമിയിൽ നിന്ന് നിങ്ങൾ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ചന്ദ്രനെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ചന്ദ്രൻ അവിടെ ഇപ്പുറത്തെ സൈഡ് മാത്രം ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റാത്ത അവസ്ഥ, ആ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? ചന്ദ്രന്റെ അതർ സൈഡിലാണ് റിഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ, സോ ആ അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ
ന്യൂ മൂൺ അല്ലെങ്കിൽ അമാവാസി എന്ന് പറയുന്നത്. സോ അമാവാസി നാളിൽ ആരിറങ്ങും? ഒടിയൻ ഇറങ്ങും. സോ എന്താണ്? മൊത്തം ഇരുട്ടായിരിക്കും, ഭൂമിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, മോഹൻലാലിന്റെ ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അമാവാസിയായി കഴിയുമ്പോൾ ഒടി വെക്കാനായിട്ട് ഒടിയൻ ഇറങ്ങും. സോ എന്താണ്? ഇരുട്ടായിരിക്കും ഫുള്ള്. നമുക്ക് ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനെ കാണാൻ പറ്റില്ല. അപ്പൊ രാത്രി ഫുള്ള് ഇരുട്ടായിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ദെൻ അതിന് ഓപ്പോസിറ്റ് ഇവിടെ നിന്ന് കറങ്ങി 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 നമ്മളുടെ ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ഇവിടെ സെൻട്രലിലെ പിക്ചർ നോക്കി ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ എന്താണ്? ഫുള്ളി നമുക്ക് ദൃശ്യമാക്കും. അതിന് നമ്മൾ എന്ത് വിളിക്കും? ഫുൾ മൂൺ എന്ന് വിളിക്കും. പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ പൗർണമി എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, സോ രണ്ട് പെർസ്പെക്റ്റീവും കറക്റ്റ് ആയോ? എല്ലാവർക്കും ഈ ഒരു കാര്യം അറിയാവുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഭൂമിയെ ഒരു പ്രാവശ്യം ചന്ദ്രൻ ചുറ്റണമെങ്കിൽ 27.5 ദിവസം, അപ്രോക്സിമേറ്റ്ലി 27 ദിവസം ചന്ദ്രന് ടൈം എടുക്കും. ഓക്കെ, ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റി വരുന്നതിന് 27 ദിവസം സമയമെടുക്കും. സോ എന്താണ്? ഒരു പ്രാവശ്യത്തിൽ ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റി വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ഒരു ഫുൾ മൂണും ഒരു ന്യൂ മൂണും സംഭവിക്കും. സോ 2 ന്യൂ മൂണ് ഒരു മാസത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. 2 ന്യൂ മൂൺ അല്ല, ഒരു ഫുൾ മൂണും ഒരു ന്യൂ മൂണും. അങ്ങനെ 2 അവസ്ഥാന്തരങ്ങൾ ഒരു മാസത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരുടെ? ചന്ദ്രന്റെ. ഓക്കെ, സോ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയേ. ഈ ഒരു പിക്ചറിൽ സൺറൈസ് ഇവിടെ നിന്ന് വരികയാണ്. സൺറൈസ് ഇവിടെ നിന്ന് വരികയാണ്. ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ മാർക്കിങ്ങുകളൊക്കെ കാണുന്നത്. സോ സൺറൈസ് ഇങ്ങനെ വരുന്നു. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ പ്ലേസ് ചെയ്യപ്പെടുന്നു. സോ ആ ഒരു കാരണം കൊണ്ട് ഈ ഒരു പൊസിഷനിൽ നമുക്ക് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റില്ല? നമ്മളുടെ റിഫ്ലക്ഷൻ കാണാൻ പറ്റില്ല, ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. സോ ഈ ഒരു പൊസിഷനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഈ ഒരു മാർക്കിങ്ങിനെ നമ്മൾ എന്താ വിളിക്കുക? ഇതിനെയാണ് നമ്മൾ ന്യൂ മൂൺ എന്ന് വിളിക്കുന്നത്. ന്യൂ മൂൺ എന്ന് വിളിക്കുന്നത്. ദെൻ എക്ലിപ്സ്. ഇനി നമുക്ക് എക്ലിപ്സിന്റെ ഡിസ്കഷനിലേക്ക് പോകാം. എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹണം, അല്ലെങ്കിൽ ഒരാളെ, ഒരു ഒബ്ജക്റ്റിനെ കവർ ചെയ്യുന്നു. 2 തരത്തിലുള്ള എക്ലിപ്സുകളാണ് നമുക്കുള്ളത്. ഒന്ന് സോളാർ എക്ലിപ്സ്, 2 ലൂണാർ എക്ലിപ്സ്. ഇങ്ങനെ 2 തരത്തിലുള്ള എക്ലിപ്സുകളാണ് നമുക്കുള്ളത്. ഓക്കെ, സോ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് സോളാർ, സൂര്യനെ ഗ്രഹിക്കണം അല്ലെങ്കിൽ സൂര്യനെ കവർ ചെയ്യണം. സൂര്യനെ കവർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സൂര്യനും ഭൂമിക്കും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് കയറി വരണം. അത് ഏത് ഒബ്ജക്റ്റ് കയറി വരും? നമ്മൾ ഇവിടെ നിന്ന് വേറെ എന്തെങ്കിലും പാത്രം കൊണ്ടുവച്ചിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഭൂമിക്കും സൂര്യനും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് കയറി വന്നു കഴിഞ്ഞാൽ മാത്രമേ സൂര്യനെ കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് എന്തായിരിക്കും? ആ ഒരു ഒബ്ജക്റ്റ് നമ്മളുടെ മൂൺ ആയിരിക്കും, ചന്ദ്രനായിരിക്കും. ഓക്കെ, സോ ഒരു കാര്യം പഠിച്ചു, ഒരു കാര്യം തീർപ്പാക്കി. നമ്മൾ പഠിക്കുകയല്ല, ഒരു കാര്യം നമ്മൾ NCERT-കളിലൊക്കെ പഠിച്ചത് തീർപ്പാക്കി. സൂര്യനും ഭൂമിക്കും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് കയറി വന്നു. ദെൻ ഈ ഒരു സോളാർ എക്ലിപ്സ് നടക്കുന്നത് എപ്പോഴായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റും സോളാർ എക്ലിപ്സ് എപ്പോഴായിരിക്കും നടക്കുന്നത്? നമ്മളുടെ ന്യൂ മൂൺ ഡേയിലായിരിക്കും നടക്കുന്നത്. വിച്ച് മീൻസ് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ കയറി വന്നു കഴിഞ്ഞാൽ ചന്ദ്രന്റെ അതർ സൈഡിലല്ലേ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. അതായത് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ കയറി വന്നു. സോ ചന്ദ്രന്റെ അതർ സൈഡിലായിരിക്കും റിഫ്ലക്ഷൻ നടക്കുന്നത്. ആ ഒരു പ്രക്രിയയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ന്യൂ മൂൺ ഡേ എന്നാ വിളിക്കുന്നത്. സോ സോളാർ എക്ലിപ്സ് നടക്കണമെങ്കിൽ അതൊരു ന്യൂ മൂൺ ഡേ ആയിരിക്കണം. അപ്പൊ നമ്മൾ സോളാർ എക്ലിപ്സ് എന്ന് എവിടെയെങ്കിലും വാർത്തയിൽ കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരേണ്ടത്? ഓ, ഇതൊരു ന്യൂ മൂൺ ഡേ ആയിരുന്നു. ദെൻ എല്ലാ ന്യൂ മൂൺ ഡേയിലും എന്ത് നടക്കുമോ? സോളാർ എക്ലിപ്സ് നടക്കുമോ? ഇല്ല. അതിന് കാരണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സൂര്യന്റെ സൈസ് ആണ്. സൂര്യന്റെ സൈസ് നോക്കുകയാണെങ്കിൽ എന്താണ്? രണ്ടാമത്തെ പിക്ചർ ആണ് ഇവിടെ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. സോ സൂര്യന്റെ സൈസ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ എർത്തിനേക്കാളും മൂണിനേക്കാളും വലിയ സൈസുകളാണ്. ഓക്കെ, സോ എപ്പോഴും സോളാർ എക്ലിപ്സുകൾ നടക്കുന്നില്ല. പല പൊസിഷനുകളിലായിരിക്കും സൺ ഉണ്ടാവുക. എലോങ്ങേറ്റഡ് പാത്തിലാണ്, പല ഡിഫറെന്റ് ഓർബിറ്റുകളിലാണ് ഭൂമിയും സൂര്യനും ചന്ദ്രനും നിലകൊള്ളുന്നത്. സോ ഇതിന്റെ സൈസ് ഒരു ഫാക്ടറാണ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓർബിറ്റൽ പ്ലെയിൻ ആണ്. ഡിഫറെന്റ് ഓർബിറ്റുകളിലാണ് ആരുണ്ടാവുക? സൂര്യനും ചന്ദ്രനും ഭൂമിയും ഉണ്ടാവുക. സോ ഈ ഓർബിറ്റൽ പ്ലെയിനുകൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ലീനിയർ പാറ്റേണുകളിൽ വരുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുക? നമ്മളുടെ സൂര്യഗ്രഹണവും ലൂണാർ എക്ലിപ്സും ചന്ദ്രഗ്രഹണവും സംഭവിക്കുക. സോ ഈ 3 ഒബ്ജക്റ്റുകളും ഒരു ലീനിയർ പാത്തിൽ, അതായത് ഭൂമിയുടെയും സൂര്യന്റെയും ചന്ദ്രന്റെയും ഓർബിറ്റൽ പ്ലെയിൻ, അത് കറങ്ങുന്ന പ്ലെയിനിനെയാണ് നമ്മൾ ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്.
സോ ഭൂമിക്ക് ഒരു ഓർബിറ്റൽ പ്ലെയിൻ ഉണ്ട്, സൂര്യന് ഒരു ഓർബിറ്റൽ പ്ലെയിൻ ഉണ്ട്, മൂണിന് ഒരു ഓർബിറ്റൽ പ്ലെയിൻ ഉണ്ട്. ഈ ഓർബിറ്റൽ പ്ലെയിനിന്റെ ഡിഗ്രി അല്ലെങ്കിൽ ആംഗിള് ഏകദേശം സിമിലർ ആകണം. അല്ലാണ്ട് ഒറ്റൊരു സ്ട്രെയിറ്റ് ലൈനിലൊന്നും വരാനായിട്ട് പറ്റില്ല. പക്ഷേ ഏകദേശം സിമിലർ ആകണം. വിച്ച് മീൻസ് 5 ഡിഗ്രിയിൽ താഴെ ആയി കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് സംഭവിക്കുക? എക്ലിപ്സുകൾ സംഭവിക്കുക. അത് ലൂണാർ എക്ലിപ്സ് ആയിക്കോട്ടെ, സോളാർ എക്ലിപ്സ് ആയിക്കോട്ടെ. ഓക്കെ, സോ സോളാർ എക്ലിപ്സ് നമ്മൾ പഠിച്ചു. എന്താണ്? ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ഒരാൾ കയറി വന്നിട്ട് സൂര്യനെ എക്ലിപ്സ് ചെയ്യണം അല്ലെങ്കിൽ ഗ്രഹണം ചെയ്യണം. അപ്പൊ അതിനിടയിൽ ഒരാൾ വേണം. അത് മൂണാണെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. മൂൺ ഇങ്ങനെ വരുമ്പോൾ അത് ഏത് ദിവസമായിരിക്കണം? അതൊരു ന്യൂ മൂൺ ഡേ ആയിരിക്കണം. ദെൻ എല്ലാ ന്യൂ മൂൺ ഡേയിലും, കാരണം മാസത്തിൽ ഒരു ന്യൂ മൂൺ ഡേ അമാവാസി ഉണ്ടാവും. പക്ഷെ ഈ അമാവാസികളിലൊന്നും സോളാർ എക്ലിപ്സുകൾ നടക്കുന്നില്ല. അതെന്താ? അതിന് 2 കാരണങ്ങൾ. ഒന്ന്, സൂര്യന്റെ സൈസാണ്. സൂര്യൻ ഒരുപാട് റിഫ്ലക്ഷനുകൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് റേസ് കൊടുക്കുന്നുണ്ട്. സോ ഈ ആംഗിള്, എന്തിന്റെ ആംഗിള്? നമ്മളുടെ ഓർബിറ്റൽ പ്ലെയിനിന്റെ ആംഗിള് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ, വിച്ച് മീൻസ് ആംഗിള്, നമ്മളുടെ ഓർബിറ്റൽ പ്ലെയിനിന്റെ ആംഗിള്, മൂന്നിന്റെയും ഓർബിറ്റൽ പ്ലെയിനിന്റെ ആംഗിള് 5 ഡിഗ്രിയിൽ താഴെ ആയിരുന്നു കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് പറ്റുക? നമ്മളുടെ സോളാർ എക്ലിപ്സുകൾ നടക്കുക. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് 2 പുതിയ വേർഡുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. പുതിയ വേർഡൊന്നുമല്ല, NCERT ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന വേർഡുകളാണ്. അംബ്ര ആൻഡ് പെനംബ്ര റീജിയൻ. ഓക്കെ, അംബ്ര ആൻഡ് പെനംബ്ര റീജിയൻ. സൂര്യൻ ഭൂമിയിലേക്ക് റേസ് അടിക്കുന്നു, അതിന് നടുക്ക് മൂൺ കയറി നിൽക്കുന്നു, അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ വന്നു, അപ്പൊ സോളാർ എക്ലിപ്സ് വന്നു. ദെൻ സൂര്യൻ ഒരു വലിയ ഒരു ഗ്രഹമല്ലേ, അല്ലെങ്കിൽ വലിയൊരു സ്റ്റാർ അല്ലേ? അത് എർത്തിലേക്ക് മാത്രമാണോ റേസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇല്ല, യൂണിവേഴ്സിന് മൊത്തം എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പ്രകാശം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ചില രശ്മികളെ മാത്രമല്ലേ ഈ സോളാർ എക്ലിപ്സിൽ മൂൺ ഹൈഡ് ചെയ്യുകയുള്ളൂ. അങ്ങനെ ഹൈഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? അങ്ങനെ ഹൈഡ് ചെയ്യുമ്പോൾ ഇതുവഴിയൊക്കെ ഒരുപാട് റേസ് പോകുന്നുണ്ട്. ദെൻ അതിൽ ചില റേസ് മാത്രം മൂൺ കവർ ചെയ്യും. സോ മൂണിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ സൈസിനേക്കാളും ചെറുതാണ്. ഭൂമിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു ടെന്നീസ് ബോളിന്റെ വലിപ്പം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു നമ്മളുടെ ഫുട്ബോളിന്റെ വലിപ്പമാണ് നമ്മളുടെ ഭൂമിക്കുള്ളതെങ്കിൽ ഒരു ടെന്നീസ് ബോളിന്റെ വലിപ്പം മാത്രമാണ് എന്തിനുള്ളത്? നമ്മളുടെ മൂണിനുള്ളത്. സോ മൂണിന് കവർ ചെയ്യാൻ പറ്റുന്ന രശ്മികൾക്ക്, റേസിന് ലിമിറ്റേഷനുകൾ ഉണ്ട്. സോ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി നമ്മളുടെ ഈ സൺറൈസിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ അംബ്ര റീജിയൻ എന്ന് പറയുന്നത്. ദെൻ കംപ്ലീറ്റ്ലി നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റാത്ത, മൂണിന് ലിമിറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളെയാണ് നമ്മൾ പെനംബ്ര റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അംബ്ര റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൂര്യഗ്രഹണം പോസിബിൾ ആകുന്നത്, അതായത് ആ ഒരു പൊസിഷൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. ഇന്ത്യ അംബ്ര റീജിയനിൽ പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ കുറച്ച് നേരത്തേക്ക്, ഒരു 10-15 മിനിറ്റേക്ക് ചിലപ്പോൾ ബ്ലാക്ക് ഔട്ട് ആയി പോകും, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ വരും. ദെൻ അതിനുശേഷം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യ റീജിയനിലാണ് നമ്മളുടെ സൂര്യഗ്രഹണം നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇതിന് മുകളിലുള്ള അന്റാർട്ടിക്ക റീജിയനിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, സൂര്യൻ ഉദിച്ചിരിക്കുന്നത് പോലെ തന്നെ കാണാനായിട്ട് പറ്റും. മനസ്സിലാവും? നിങ്ങൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും സൂര്യഗ്രഹണം പ്രത്യക്ഷമായില്ല, സൂര്യഗ്രഹണം ചില സ്ഥലങ്ങളിൽ മാത്രം പ്രത്യക്ഷമായി. അതെന്തുകൊണ്ടാണ്? അംബ്ര ആൻഡ് പെനംബ്ര ഉള്ളത് കൊണ്ടാണ്. അതിന് കാരണം എന്താണ്? നമ്മളുടെ മൂണിന്റെ സൈസും സൂര്യന്റെ സൈസും കാരണമാണ്. ഓക്കെ, സോ the smaller darker shadow where sun is completely blocked. Observe here, experience totality ചെയ്യും. ടോട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് എന്ത് പറ്റും? നമ്മളുടെ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ആയി പോകും. പെനംബ്ര റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സൺ പാർഷ്യലി മാത്രമേ ബ്ലോക്ക് ആവുകയുള്ളൂ. ദെൻ ഒരു സ്ഥലത്ത് പാർഷ്യലി പോലും ബ്ലോക്ക് ആവാത്ത ചില സ്ഥലങ്ങൾ ഉണ്ടാകും. കാരണം എന്താണ്? സണ്ണിന്റെ സൈസ് കൂടുതലാണ്, നമ്മളുടെ മൂണിന്റെ സൈസ് ഒരു ടെന്നീസ് ബോളിന്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ന്യൂ മൂൺ ഡേ എന്താണ്? ന്യൂ മൂൺ ഡേയിലാണ് സോളാർ എക്ലിപ്സുകൾ നടക്കുന്നത്. ദെൻ ഇന്നലെ സോളാർ എക്ലിപ്സ് ആണോ നടന്നത്? ഇന്നലെ ലൂണാർ എക്ലിപ്സ് ആണ് നടന്നത്. അപ്പൊ നമ്മൾ അവിടെ സെക്കൻഡ് കാര്യം പഠിക്കുകയാണ്. എന്താണ് ലൂണാർ എക്ലിപ്സ്? ലൂണാർ എക്ലിപ്സ് ചന്ദ്രഗ്രഹണം. സോ ചന്ദ്രനെ ഗ്രഹിക്കണം, വിച്ച് മീൻസ് ചന്ദ്രനെ കവർ ചെയ്യണം. ചന്ദ്രനെ കവർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ചന്ദ്രന്റെ ഇടയിൽ ഒരു ഒബ്ജക്റ്റ് കയറി നിൽക്കണം. വിച്ച് മീൻസ് ചന്ദ്രന്റെ ഇടയിലേക്ക് വരുന്ന ഒരു ഒബ്ജക്റ്റ് ഏതാണ്? നമ്മളുടെ എർത്ത് ആണ്. ഏതാണ്? എർത്ത് ആണ്. ഇവിടെ ഫസ്റ്റ് പിക്ചർ നിങ്ങൾ നോക്കി, ചന്ദ്രനും സൂര്യനും ഇടയിൽ എർത്ത് കയറി നിൽക്കുന്നു. സോ ചന്ദ്രനും സൂര്യനും ഇടയിൽ എർത്ത് കയറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, സോ
അങ്ങനെയുള്ള ഡേയ്സിനെ നമ്മൾ വിളിക്കുന്നത്, സോ നോർമലി അങ്ങനെ വരാറുണ്ടല്ലോ, വരാറുണ്ട്. കാരണം എന്താണ്? മൂണിന്റെ റൊട്ടേഷൻ കാരണം പലപ്പോഴും സൂര്യനും മൂണിനും ഇടയിൽ എർത്ത് വരാറുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും എന്തിനെ കാണാനായിട്ട് പറ്റും? പൂർണ്ണമായിട്ടും നമ്മളുടെ മൂണിനെ നമുക്ക് കാണാൻ പറ്റും. സോ അതിനെ നമ്മൾ പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ പൗർണമി എന്ന് വിളിക്കും. സോ ലൂണാർ എക്ലിപ്സ് ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം അതൊരു ഫുൾ മൂൺ ഡേ ആയിരിക്കണം. സോ ഇന്നലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, നിങ്ങൾക്ക് ഇന്നലെ ഫുൾ മൂൺ ഡേ ആയിരുന്നു. ഓക്കെ, സോ ഫുൾ മൂൺ ഡേ ആയിരുന്നു. ദെൻ ഫുൾ മൂൺ ഡേക്ക് ശേഷം ഫുൾ മൂൺ ഡേ മാത്രം മതിയോ? ഇല്ല. കാരണം എന്താണ്? ഡിഫറെന്റ് ഓർബിറ്റുകളിലാണ് സണ്ണും എർത്തും മൂണും കിടക്കുന്നത്. സോ ഈ ഓർബിറ്റുകളെല്ലാം അലൈൻ ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈനിൽ വരണം. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? എക്ലിപ്സ് സംഭവിക്കുകയുള്ളൂ. സോ 5 ഡിഗ്രിയിൽ താഴെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലൂണാർ എക്ലിപ്സുകളും സോളാർ എക്ലിപ്സുകളും ദൃശ്യമാകും. അതുപോലെ തന്നെ ലൂണാർ എക്ലിപ്സിലും ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരണം. ദെൻ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൂണിന്റെ പൊസിഷൻ നോക്കി. മൂണിന്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മൂൺ ചെറുതാണ്, പക്ഷേ ഭൂമി വലുതാണ്. സോ മൂണിനെ മൊത്തമായിട്ട് അംബ്ര റീജിയനിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ മൂൺ മൊത്തമായിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ? മൂണിനേക്കാളും വലിയൊരു ഗ്രഹമാണ് എർത്ത് എന്ന് പറയുന്നത്. സോ മൂണിനെ മൊത്തമായിട്ടും, സോ നിങ്ങൾ ഭൂമിയുടെ ഏറ്റവും അടുത്താണ് മൂൺ സിറ്റുവേറ്റ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ലൂണാർ എക്ലിപ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ മൂൺ മൊത്തമായിട്ട് കവർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ ഫോർ എക്സാമ്പിൾ, മൂണിന്റെ പൊസിഷൻ ഇവിടെ നിന്ന് ഇങ്ങടേക്ക് നീങ്ങി, വിച്ച് മീൻസ് ഇവിടെയാണ് ഇപ്പോൾ കറന്റ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, ഈ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ കറന്റ് മൂൺ ഉള്ളതെന്ന് വിചാരിക്കുക. സോ പെനംബ്ര റീജിയൻ, അംബ്ര റീജിയനിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ പെനംബ്ര റീജിയനിലേക്ക് വരും. സോ ആ സമയം കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ഉണ്ടാകണമെന്നില്ല. ഓക്കെ, ക്ലിയർ ആയോ എന്താണ് നടക്കുന്നത് എന്നുള്ളത്? സോ അംബ്ര റീജിയൻ, പെനംബ്ര റീജിയൻ. സോ എങ്ങനെയാണ് ബ്ലൂ മൂൺ, എങ്ങനെയാണ് നമ്മളുടെ സോളാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ്, മറന്നു പോകരുത്. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കുക, എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രഹണം. സോ ബ്ലോക്ക് ചെയ്യണം. സോളാർ എക്ലിപ്സ് പേരിൽ പറയുന്നുണ്ട്, സോളാറിനെയാണ് എക്ലിപ്സ് ചെയ്യുന്നത്, അതായത് സൂര്യനെയാണ് എക്ലിപ്സ് ചെയ്യുന്നത്. സോ സൂര്യന്റെ ഇടയിലേക്ക് ഒരു ഒബ്ജക്റ്റ് കയറി വരണം. ദെൻ ലൂണാർ എക്ലിപ്സ്, ലൂണാറിനെയാണ് എക്ലിപ്സ് ചെയ്യുന്നത്. ലൂണാർ എക്ലിപ്സ് എന്ന് പറയുമ്പോൾ ലൂണാറിന് ഇടയിലേക്ക്, അതായത് സൂര്യനും ചന്ദ്രനും ഇടയിലേക്ക് ഒരു ഒബ്ജക്റ്റ് കയറി വരണം. സോ ഇങ്ങനെ ഒബ്ജക്റ്റുകൾ കയറി വരുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കുക, എങ്ങനെയാണ് റിഫ്ലക്ഷൻ പാറ്റേൺ, ചന്ദ്രനിൽ എങ്ങനെയാണ് നമ്മളുടെ സൺറൈസ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പാറ്റേൺ കണ്ടിച്ചു. അങ്ങനെ നമ്മൾ ന്യൂ മൂൺ ഡേയും ഫുൾ മൂൺ ഡേയും നമ്മൾ അനലൈസ് ചെയ്തു. സോ അത് കാരണം നമ്മൾ പറഞ്ഞു സോളാർ എക്ലിപ്സുകളിൽ ന്യൂ മൂൺ ഡേ, കാരണം എന്താണ്? അപ്പുറത്തെ സൈഡിലായിരിക്കും ചന്ദ്രന്റെ റിഫ്ലക്ഷൻ വരിക. ദെൻ ലൂണാർ എക്ലിപ്സിലാണെങ്കിൽ ഫുൾ മൂൺ ഡേയിലായിരിക്കും സംഭവിക്കുന്നത്. ദെൻ അതിന്റെ ഒരു പാറ്റേൺ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും. ദെൻ വാട്ട് ഈസ് ദിസ് ബ്ലഡ് മൂൺ? ബ്ലഡ് മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൂണാർ എക്ലിപ്സിന്റെ ഒരു തരംതിരിവാണ്, അതായത് ഒരു ടൈപ്പാണ്. അതായത് സൺറൈസ് ഭൂമിയിലേക്ക് വരികയാണ്. എവിടെ പിക്ചർ? എവിടെ? സൺറൈസ് ഭൂമിയിലേക്ക് വരുവാണ്. ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഇത് കയറുകയും അറ്റ്മോസ്ഫിയറിൽ പല പാർട്ടിക്കിളുകളും ഉണ്ടല്ലോ. ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ദെൻ ഡസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ട്, വാട്ടർ റിസോഴ്സസുകൾ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് പാർട്ടിക്കിളുകൾ ഉണ്ട്. ഈ പാർട്ടിക്കിളിലൊക്കെ തട്ടിയിട്ട് ഇത് റിഫ്രാക്ട് ചെയ്യപ്പെടും. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗതി ഒന്ന് മാറും. സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടിൽറ്റഡ് ആയിട്ട് പോകും, റിഫ്രാക്ഷൻ ചെയ്യും. ഓക്കെ, സോ അതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരിക. സോ റിഫ്രാക്ഷനിലേക്ക് സംഭവിക്കും. കാരണം എന്താണ്? അറ്റ്മോസ്ഫിയറിലെ പാർട്ടിക്കിൾ കാരണം. സോ ഈ അറ്റ്മോസ്ഫിയറിലെ പാർട്ടിക്കിൾ കാരണം ഫുൾ മൂണിനെ മൊത്തമായിട്ട് കവർ ചെയ്യുന്നതിന് പകരം ചില രശ്മികൾ, സോ ഇവിടെ ഇതിന് എർത്തിന് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നോർമലി ഇവിടെ നിന്ന് ഒരു റേ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. പക്ഷേ ചില റിഫ്രാക്ഷനുകൾ കാരണം, അറ്റ്മോസ്ഫിയറിലെ ചില ഡസ്റ്റ് പാർട്ടിക്കിൾ കാരണം റിഫ്ലാക്ട് ചെയ്ത് നമ്മളുടെ എങ്ങടേക്ക് അടിക്കും? അത് നമ്മളുടെ മൂണിലേക്ക് ആ ഒരു റിഫ്ലക്ഷൻ അടിക്കും, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ കാരണം ആ റേസ് ഭൂമിയിലേക്ക് വരും. എനിക്ക് വരച്ച് കാണിക്കാനായിട്ട് പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഉള്ള റിസോഴ്സസ് കൊണ്ട് വരച്ച് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് വരുന്ന റേസ് റിഫ്രാക്ഷൻ കാരണം, അറ്റ്മോസ്ഫിയറിൽ റിഫ്രാക്ഷൻ കാരണം ചില റേസ് എങ്ങടേക്ക് പോകും? മൂണിലേക്ക് പോകും. ഓക്കെ, സോ അത് അവിടെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യുകയും ഒരു റെഡിഷ് കളർ അല്ലെങ്കിൽ ഒരു ബ്ലഡ് കളർ എന്തിനു വരും? നമ്മളുടെ മൂണിന് വരും.
സോ അങ്ങനെ നമ്മൾ വിസിബിൾ ആകുന്നതിനെയാണ് നമ്മൾ ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ നമ്മളിവിടെ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞു, ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞു. ലൂണാർ എക്ലിപ്സിന്റെ ലോജിക്ക് എന്താണ്? ബേസിക്കലി ചന്ദ്രനെ ഗ്രഹിക്കുകയാണ്, ഒന്നും കാണാൻ പറ്റില്ല. എന്നിട്ട് ഇവിടെ അയാൾ ഫോട്ടോ എടുത്ത് വെച്ചേക്കാണ്, ബ്ലഡ് മൂണിന്റെ ഫോട്ടോ എടുത്ത് വെച്ച്. ഇത് എങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ പറഞ്ഞു വരുമ്പോൾ സോളാർ എക്ലിപ്സ് ഇങ്ങനെ, ലൂണാർ എക്ലിപ്സ് കവർ ചെയ്ത് പിടിക്കുന്നു, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇയാൾക്ക് എങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റി? അതിന്റെ ആൻസർ ആണ് ഞാൻ പറഞ്ഞത്. എന്താണ്? അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിളുകൾ ഉണ്ട്, അതിലുള്ള പാർട്ടിക്കിളുകളിൽ തട്ടിയിട്ട് റേസ് റിഫ്ലക്റ്റ് ആകും. അങ്ങനെ റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്ലക്റ്റ് അല്ല, റിഫ്രാക്ഷൻ സംഭവിക്കും. അങ്ങനെ റിഫ്രാക്ട് ചെയ്യുമ്പോൾ ചില രശ്മികൾ എങ്ങടേക്ക് പോകും? ചില രശ്മികൾ നമ്മളുടെ മൂണിന്റെ അടുത്തേക്ക് പോകും. സോ മൂണിന്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്താണ്? അത് അവിടെ ഒരു പ്രകാശം കാണിക്കും. ഒന്നുമില്ലാത്ത സമയത്തൊന്ന് ഒരു പ്രകാശം കാണിക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലാണെങ്കിൽ, പെരിജി സിറ്റുവേഷനുകളിലാണെങ്കിൽ സൂപ്പർ മൂൺ, അതായത് കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് മൂണിനെ കാണാൻ പറ്റും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? സൂപ്പർ മൂൺ എന്ന് വിളിക്കും. ദെൻ സൂപ്പർ മൂൺ സംഭവിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ബ്ലഡ് മൂൺ സംഭവിക്കുന്നതെങ്കിൽ, അതായത് ഈ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് കുറച്ച് രശ്മികൾ കാണാൻ പറ്റുന്നതെങ്കിൽ സൂപ്പർ റെഡ് മൂൺ അല്ലെങ്കിൽ സൂപ്പർ വോൾഫ് മൂൺ എന്നൊക്കെ നമ്മൾ വിളിക്കും. സോ അങ്ങനെയുള്ള ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്. അതെല്ലാം ഈ ലൂണാർ എക്ലിപ്സിന്റെ കാറ്റഗറീസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈടാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. അത് ഇന്ത്യയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളെ സംബന്ധിച്ചിട്ടാണ്. സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ എന്താണ് എന്ന് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഇന്ത്യയിൽ പുറത്തു നിന്നുള്ള ഒരാൾ ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ്. അതായത് ഇന്ത്യൻ കമ്പനിയിൽ ഷെയർ വാങ്ങിക്കുന്നതിനല്ല ഇന്ത്യയിൽ ഒരു ഫാക്ടറി തുടങ്ങുന്നു, ആപ്പിൾ കമ്പനി ഇന്ത്യയിൽ വന്നൊരു ഫാക്ടറി തുടങ്ങുന്നു, അതിനെയൊക്കെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 10% കൂടുതലാണ് ഒരു മാർക്കറ്റ് ഷെയർ എങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഹോൾഡിങ്ങുകളെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോബബിളി അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിളി നമ്മൾ എന്തെന്ന് വിളിക്കുക? നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ എന്ന് വിളിക്കുക. ദെൻ രണ്ട് രീതിയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഓട്ടോമാറ്റിക് റൂട്ട് ആൻഡ് ഗവൺമെന്റ് അപ്രൂവ്ഡ് റൂട്ട്. അതായത് ചില ഇമ്പോർട്ടന്റ് ഏരിയാസിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ ബാങ്കിങ്, അല്ലെങ്കിൽ ഡിഫൻസ്, അറ്റോമിക് എനർജി, അങ്ങനെയുള്ള സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ നമ്മളുടെ ഗവൺമെന്റിന്റെ അപ്രൂവൽ വാങ്ങണം. അല്ലാത്ത സ്ഥലങ്ങളിൽ, അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക് റൂട്ടിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താം. ഓക്കെ, സോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുമ്പോൾ 51% ഷെയർസും ആരുടെ കയ്യിലായിരിക്കും? നോർമലി ഫോറിൻ കമ്പനിയുടെ കയ്യിലായിരിക്കും. സോ ഒരു ഡിസിഷൻ മേക്കിംഗ്, ആ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങുകൾ, മെജോറിറ്റി ഷെയറും ആരുടെ കയ്യിലായിരിക്കും? പുറത്തുള്ള ഒരാളുടെ കയ്യിലായിരിക്കും. സോ ഡിസിഷൻ മേക്കിങ്ങുകൾ നടക്കുന്നത് ഒരു ഫോറിൻ കമ്പനിയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. സോ നമ്മുടെ അറ്റോമിക് എനർജി സെക്ടറിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അലോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക? പുറത്തുനിന്നുള്ള ഒരു കമ്പനി, ഫോർ എക്സാമ്പിൾ ചൈനീസ് കമ്പനി ഇന്ത്യൻ അറ്റോമിക് എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇന്ത്യൻ അറ്റോമിക് വിവരങ്ങൾ ചിലപ്പോൾ ചൈനീസ് സർക്കാരിന് ചോർത്തി കൊടുക്കാം. അതൊരു പോസിബിലിറ്റി അല്ലേ? സോ അങ്ങനെയുള്ള സ്ട്രാറ്റജിക് പൊസിഷനുകളിൽ നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ലിമിറ്റ് ചെയ്യും. അതിനെയാണ് ഗവൺമെന്റ് അപ്രൂവ്ഡ് റൂട്ട് എന്ന് പറയുന്നത്. ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ സെക്ടറുകളിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡിഫൻസിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75% ആണ്. സോ എന്തുകൊണ്ടാണ് 75% വെച്ചിരിക്കുന്നത്? ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് ഡിഫൻസ് സെക്ടറിൽ ഇന്ത്യക്ക് കൂടുതൽ ഇന്നോവേഷനുകൾ വേണം. ഈ ഇന്നോവേഷനുകൾ വേണമെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്ട്രാറ്റജിക് സെക്ടർ ആയിട്ട് കൂടിയിട്ടും ഡിഫൻസിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 75% എബോവ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നോർമലി ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണെങ്കിൽ 51% കൂടുതൽ വരണമെങ്കിൽ, അതായത് മെജോറിറ്റി ഷെയറിൽ കൂടുതൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഗവൺമെന്റിന്റെ അപ്രൂവ് വേണം സ്ട്രാറ്റജിക് പൊസിഷനുകളിൽ. പക്ഷേ നമ്മളുടെ ഡിഫൻസ് സെക്ടർ ഏറ്റവും സ്ട്രാറ്റജിക് ആണ്. നമ്മളുടെ ഡ്രോണുകൾ ഉണ്ടാക്കുക, നമ്മളുടെ യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള സെക്ടറുകളിൽ ഇന്നോവേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗവൺമെന്റ് അപ്രൂവ്ഡിന്റെ ലിമിറ്റ് നമ്മൾ കുറച്ചു. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു കോംപ്ലക്സ് ജേണിയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ഏകദേശം $81 മില്യൺ ആണ്
നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 81 മില്യൺ വളരെ കൂടുതലല്ലേ? വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ പ്രൊമിനന്റ് ആയിട്ട് കൂടുതലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഡിസ്ഇൻവെസ്റ്റ്മെന്റുകൾ പ്രകാരം, അതായത് ഇന്ത്യയിൽ നിന്നുള്ള പ്രവർത്തനം ഉപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് പണം പുറത്തേക്ക് പോകുന്നുണ്ട്. മുന്നേ ഇൻവെസ്റ്റ് ചെയ്തവർ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ക്യാപിറ്റൽ ഫ്ലൈറ്റ്. ക്യാപിറ്റൽ ഫ്ലൈറ്റ് കയറിയിട്ട് പുറത്തേക്ക് പോകുന്നു, ക്യാപിറ്റൽ ഫ്ലൈറ്റ്. സോ അങ്ങനെ ഡിസ്ഇൻവെസ്റ്റ്മെന്റുകൾ പ്രകാരം, റിപ്പാട്രിയേഷൻസ് പ്രകാരം എന്ത് പോകുന്നുണ്ട്? ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ പുറത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ആ ഒരു പ്രക്രിയയാണ് ക്യാപിറ്റൽ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും താരതമ്യേന കൂടുതലാണ്. ഇന്ത്യയിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്, 81 മില്യൺ വരുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു 65% 2024 കണക്ക് നോക്കുകയാണെങ്കിൽ അതിലെ ഒരു 65% തിരിച്ചു പോവുകയാണ്. അതൊരു ഹ്യൂജ് പ്രോബ്ലംസ് ആണ്. സോ നമ്മൾ 21 മുതൽ 24 വരെയുള്ള 4 വർഷങ്ങളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻഫ്ലോയും ഫോറിൻ ഡയറക്റ്റ് ഔട്ട്ഫ്ലോയും ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നെറ്റ് മീൻസ് നമ്മൾ എന്തെങ്കിലും സാധനം കുറയ്ക്കുന്ന, നമ്മൾ GDP, റിയൽ GDP, നെറ്റ് അല്ലെങ്കിൽ നോമിനൽ GDP ഒക്കെ പറഞ്ഞു. സോ നെറ്റ് എന്ന് പറഞ്ഞ് നെറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 0.4 ബില്യൺ മാത്രമാണ്. അത് ഒരു അലാമിംഗ് സിറ്റുവേഷൻ ആണ്. ഇന്ത്യയിൽ നിന്ന് ആളുകൾ തിരിച്ചു പോകുന്നു. അതൊരു ഹ്യൂജ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ഏറ്റവും കൂടുതൽ വരേണ്ടത് മാനുഫാക്ചറിങ് സെക്ടറുകളിലാണ്. പക്ഷേ മാനുഫാക്ചറിങ് സെക്ടറുകളിൽ അത്ര കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നില്ല. സർവീസ് സെക്ടറുകളിലാണ് 88% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ദെൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സെക്ടർ ഏതാണ്? സർവീസ് സെക്ടർ. TCS അല്ലേ നമ്മളുടെ വീടിന്റെ അടുത്തുള്ളത്. എന്നാൽ സർവീസ് സെക്ടർ അല്ല. എവിടെയാണ്? അഗ്രികൾച്ചറൽ സെക്ടർ ആണ്. TCS നമ്മളുടെ വീടിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. നോർത്തേൺ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും എവിടെയാണ്? എല്ലാവരും കൃഷിപ്പണിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 46% ഓഫ് ദ ഇന്ത്യൻ പോപ്പുലേഷൻ പണിയെടുക്കുന്നത് എവിടെയാണ്? അഗ്രികൾച്ചറൽ സെക്ടറിലാണ്. പക്ഷേ അഗ്രികൾച്ചർ സെക്ടറുകളിലും മാനുഫാക്ചറിങ് സെക്ടർ ഏറ്റവും ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു സെക്ടറാണ് ഈ മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെയും എന്ത് വരുന്നില്ല? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ കുറവാണ്. മോസ്റ്റ് പ്രൊമിനന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സർവീസ് സെക്ടറുകളിൽ മാത്രമാണ്. ഓക്കെ, സോ ഔട്ട്വേർഡ് റൈസിങ് ട്രെൻഡ് ഉണ്ട്. ദെൻ വേറെ എന്താണ് ട്രെൻഡ്? സോ നമ്മൾ ഈ ട്രെൻഡുകൾ പഠിക്കുകയാണ് ഇവിടെ. എന്താണ് ഒന്നാമത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ഫ്ലോ കൂടുതലാണ്. ഇൻഫ്ലോ നിങ്ങൾ 85 ബില്യൺ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഔട്ട്ഫ്ലോ കൂടുതലാണ്. ഔട്ട്ഫ്ലോ ട്രെൻഡ് മുകളിലേക്കാണ്. ദെൻ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? സർവീസ് സെക്ടറുകളിലാണ്. അത് പോരാ, കാരണം മാനുഫാക്ചർ സെക്ടറാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകാനായിട്ട് നമുക്ക് കെൽപ്പുള്ള ഇൻഡസ്ട്രി. ദെൻ അഗ്രികൾച്ചർ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് പണിയെടുക്കുന്നത്, ഇന്ത്യക്കാർ പണിയെടുക്കുന്നത്. സോ ഈ രണ്ട് സെക്ടറുകളിലേക്കും എന്ത് വരുന്നില്ല? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നില്ല. ദെൻ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്? ക്യാപിറ്റൽ ഫ്ലൈറ്റ് കാരണം അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കാരണം പുറത്തേക്ക് പോകുന്നത്. ഒന്ന്, ടാക്സ് ആൻഡ് ആർബിട്രേജ് ഇഷ്യൂസ് ആണ്. അതായത് ഇന്ത്യക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഏത് നിയമം പെട്ടെന്ന് ഉണ്ടാക്കും എന്ന് പറയാൻ പറ്റില്ല. ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഞാനിത് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആളെ സംബന്ധിച്ചിടത്തോളം ലോസിലുള്ള ഇക്വാലിറ്റി അല്ലെങ്കിൽ ലോസ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്, എക്കോണമി എന്ന് പറയുന്നത് എന്തല്ല, ഒരു സസ്പെൻസ് ത്രില്ലർ അല്ല. നമ്മളുടെ മോഹൻലാലിന്റെ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല എക്കോണമി. പകരം എക്കോണമിയിൽ എന്ത് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. സോ ഇടക്കിടക്ക് നിങ്ങൾ നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ GST നമ്മൾ 4 സ്ലാബ് ഉണ്ടായിരുന്നത് 2 സ്ലാബായിട്ട് ചുരുക്കി. ഓക്കെ, പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും 5 സ്ലാബായിട്ട് നമ്മൾ കൂട്ടി. ഇങ്ങനെ ഇടക്കിടക്ക് നിയമങ്ങൾ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്ന ഒരാൾ, അവരെ സംബന്ധിച്ചിടത്തോളം പല നഷ്ടങ്ങളും വരും. പെട്ടെന്ന് നിങ്ങൾ നോട്ട് നിരോധിക്കുന്നു, പെട്ടെന്ന് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് അതിന് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൊമേഴ്സ് മിനിസ്റ്റർക്ക് കൊടുക്കണം,
അല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ അളവുകളെല്ലാം നിങ്ങൾ ആർക്ക് കൊടുക്കണം? കൊമേഴ്സ് മിനിസ്ട്രിക്ക് കൊടുക്കണം. ഇങ്ങനെയുള്ള റെഗുലേഷനുകളൊക്കെ വെച്ച് കഴിയുമ്പോൾ ആളുകൾ വിചാരിക്കും എന്താണ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. കാരണം എന്താണ്, ഇതത്ര മെച്യൂർ കൺട്രി അല്ല, പല നിയമങ്ങളും മാറ്റിക്കൊണ്ടിരിക്കും. നിങ്ങൾ മെച്യൂർ കൺട്രീസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്കോണമിയിലെ ഒരു നിയമം ചേഞ്ച് ചെയ്യണമെങ്കിൽ അവരെന്ത് കൊണ്ടുവരും? അവര് മറ്റ് നിയമങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി നിയമങ്ങൾ ഈസി ആക്കി കൊടുക്കും. അതായത് ഒരു പുതിയ റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യണമെങ്കിൽ മറ്റ് 4 റെസ്ട്രിക്ഷനുകൾ അവർ എടുത്തു കളയും. എന്ന് കഴിഞ്ഞാൽ മാത്രമേ ഒരു റെസ്ട്രിക്ഷൻ അവർ ഇമ്പോസ് ചെയ്യുള്ളൂ. അത് യൂറോപ്യൻ യൂണിയനിലാണെങ്കിലും ദെൻ USA അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയില്ല. ദെൻ റെഗുലേറ്ററി ചലഞ്ചസ്, ദെൻ ടാക്സ് ചലഞ്ചസ്, എക്കോണമിക് ഇംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ പല കൺട്രീസുമായിട്ടുള്ള എന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയും USA ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, അതിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. ദെൻ എൻവിറോൺമെന്റൽ റിലേറ്റഡ് കൺസേൺസ്, അങ്ങനെ ഡിഫറെന്റ് പ്രോബ്ലംസ് കാരണം ക്യാപിറ്റൽ ഫ്ലൈറ്റുകൾ സംഭവിക്കാം. വിച്ച് മീൻസ് ക്യാപിറ്റൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മളുടെ ലോസ് കുറച്ചും കൂടി മെച്യൂർ ലോസ് ആക്കുക. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തേ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതൽ അമെൻഡ്മെന്റുകൾ വന്നിട്ടുള്ളത് എപ്പോഴാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ കാലത്താണ്. അതായത് 1950 മുതൽ 1970 കാലഘട്ടങ്ങളിലാണ്. സോ 76-ലാണ് 42nd അമെൻമെന്റ് വന്നതെന്ന് പറയാം. അപ്പോൾ 42 അമെൻഡ്മെന്റുകൾ എത്ര വർഷം കൊണ്ട്? ഒരു 25 വർഷം കൊണ്ട് വന്നു എന്ന് വിചാരിക്കുക. ദെൻ 2000 മുതൽ 2025 വരെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര അമെൻഡ്മെന്റുകൾ വന്നിട്ടുണ്ട്? ഏകദേശം പോയി കഴിഞ്ഞാൽ 10, മാക്സിമം പോയി കഴിഞ്ഞാൽ 15 അമെൻഡ്മെന്റുകൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, 2000 മുതൽ 2025 വരെ 101 അമെൻഡ്മെന്റ്, 102 അമെൻഡ്മെന്റ്. 2015 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് വരുന്നത്, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ. ദെൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 96 ആയിട്ടുള്ളൂ. 96 മീൻസ് 106 ആയിട്ടുള്ളൂ, 106ാമത്തെ അമെൻഡ്മെന്റ് ആയിട്ടുള്ളൂ. അതായത് 6 അമെൻഡ്മെന്റുകളാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ വന്നത്. അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? അത് ഒരു മെച്യൂർ ഡെമോക്രസിയെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ എക്കോണമീസിലെ ലോസിൽ നിങ്ങൾ ഒരു സ്ഥിരത പാലിക്കുക. അതായത് വലിയ കൈകടത്തലുകളില്ലാണ്ട് ലാസിയസ് ഫെയർ പ്രിൻസിപ്പിൾ നമ്മൾ അവിടെ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു മെച്യൂർ എക്കോണമിയെ സൂചിപ്പിക്കുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ GST കൊണ്ടുവരുന്നു, പെട്ടെന്ന് ഒരു ദിവസം രാത്രി വന്നിട്ട് ഡിമോണറ്റൈസേഷൻ ചെയ്യുകയാണ്, അതൊന്നും എക്കോണമിക്ക് നല്ലതല്ല. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഇവര് മെച്യൂർ ആയിട്ടില്ല, മെച്യൂർ എക്കോണമി അല്ല, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്കോണമി അല്ല എന്ന് ലാർജ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 250-300 മില്യൺ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് തോന്നാം. അത് ഒരു ഹ്യൂജ് പ്രോബ്ലമാണ്. ദെൻ മറ്റൊരു പ്രോബ്ലം ഇവിടെ പറയുന്നത്, ഞാൻ മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ട്, മണി ലോണ്ടറിങ്ങിന്റെ കാര്യത്തിൽ മൗറീഷ്യസ് പോലെ അല്ലെങ്കിൽ സിംഗപ്പൂർ പോലെയുള്ള കുഞ്ഞൻ കൺട്രീസ് ആണ് ലോകത്തിലെ 3rd ലാർജസ്റ്റ് എക്കോണമിയിലേക്ക് കടക്കുന്ന എക്കോണമിയിലെ ഹ്യൂജ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് മണി ലോണ്ടറിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇതെല്ലാം ഒരു ഹ്യൂജ് പ്രോബ്ലം ആണ്. എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തത്? ക്യാപിറ്റൽ ഫ്ലൈറ്റ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, റിപ്പാട്രിയേഷൻ കാരണം ക്യാപിറ്റൽ ഫ്ലൈറ്റ് ട്രെൻഡ് കൂടുതലാണ്. ദെൻ രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? സെക്ടർ വൈസ് ക്ലാസിഫിക്കേഷൻ. സെക്ടർ വൈസ് നോക്കുമ്പോൾ സർവീസ് സെക്ടറിൽ മാത്രമാണ് പോകുന്നത്. ദെൻ സർവീസ് സെക്ടറിൽ മാത്രമാണ് എന്നുള്ളതല്ല വേറൊരു പ്രോബ്ലം. മേജർ സിറ്റീസിലേക്ക് മാത്രമാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. എക്സാമ്പിൾ കർണാടക, മഹാരാഷ്ട്ര, ദെൻ UP, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ കറന്റ്ലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റുകളിലേക്ക് മാത്രമാണ് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. ബീഹാറിലേക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ പോകുന്നുണ്ടോ? തുച്ഛമാണ്. അതും ഒരു പ്രോബ്ലമാണ്. ദെൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ്? അതായത് ആർബിട്രേഷൻ പ്രശ്നങ്ങൾ ഉണ്ട്, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ദെൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ദെൻ ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, എക്കോണമിക് പ്രോബ്ലംസ്, അങ്ങനെ റിസഷൻസ്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇവിടെ നിന്ന് ക്യാപിറ്റൽ ഫ്ലൈറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്. ദെൻ ടാക്സ് ഹേവൻസ്, മണി ലോണ്ടറിംഗ് പ്രകാരം ഇന്ത്യക്കാർ തന്നെയാണ് മൗറീഷ്യസിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നത് എന്നൊരു പരക്കെ ആക്ഷേപമുണ്ട്. ഓക്കെ, എന്നിട്ട് അവർ കുറച്ച് നാൾ ഇത് മാർക്കറ്റിൽ ഇട്ടിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് കണ്ടു കഴിയുമ്പോൾ
മാർക്കറ്റിലേക്ക് ലോണ്ടർ ചെയ്ത് കഴിയുമ്പോൾ, മണി ലോണ്ടർ ചെയ്ത് കഴിയുമ്പോൾ വൈറ്റ് മണി അവർ പിൻവലിച്ചു കൊണ്ടുപോകും. ഓക്കെ, സോ മണി ലോണ്ടറിങ്ങും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രകാരം നടക്കുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് മൗറീഷ്യസിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും. കുഞ്ഞൻ കൺട്രീസ് ആണ് മൗറീഷ്യസും സിംഗപ്പൂരും. സിംഗപ്പൂർ നമ്മൾ കണ്ടു. മൗറീഷ്യസും വളരെ കുഞ്ഞനായിട്ടുള്ള ഒരു ഐലൻഡ് കൺട്രീസ് ആണ്, ടാക്സ് ഹേവൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കൺട്രീസ് ആണ്. സോ ഈ കൺട്രീസിൽ നിന്നൊക്കെയാണ് ലോകത്തിലെ ലാർജസ്റ്റ് എക്കോണമി, തേർഡ് ലാർജസ്റ്റ് എക്കോണമിയിലേക്ക് കടക്കുന്ന എക്കോണമിയിലേക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നത്. ഏതോ തേർഡ് പൊസിഷനോ ഫോർത്ത് പൊസിഷനോ മൗറീഷ്യസിനും സിംഗപ്പൂരിനും ഉണ്ട് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ. ഓക്കെ, അതൊരു ഹ്യൂജ് പ്രോബ്ലമാണ്. നിക്കോബാർ റീജിയൻ. ഓക്കെ, സോ നമ്മളുടെ സോണിയാഗാന്ധി എഴുതിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ആർട്ടിക്കിളാണ്. സോ ഇതിന്റെ ഒരു പൊളിറ്റിക്സിലേക്ക് നമുക്ക് പോകുന്നതിന് പകരം നമ്മുടെ നിക്കോബാർ റീജിയനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. ഓക്കെ, സോ അവിടെയുള്ള സാധാരണ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ, ഷോപ്പൻ കമ്മ്യൂണിറ്റീസിനെ ആയി കഴിഞ്ഞാലും അവിടെയുള്ള ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസിനെ ഒന്നും വില കൊടുക്കാണ്ടാണ് ഈ ഒരു പ്രൊജക്ട്, ഇത്രയും വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പ്രൊജക്ട് നമ്മൾ നടത്തുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് സോണിയാഗാന്ധിയും കോൺഗ്രസും കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില കാര്യങ്ങളൊക്കെ അവര് പറയുന്നതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ അതിന്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ കുറിച്ചിട്ട് ഒന്ന് ബ്രീഫായിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ, ഭരണഘടനയിലെ എത്ര ആർട്ടിക്കിൾ 338 എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മളുടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഫോം ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആർട്ടിക്കിൾ മനസ്സിലായി, 338 എ എന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് പിന്നീട് എപ്പോഴോ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത ഒരു ആർട്ടിക്കിൾ ആണ് 338 എ, അല്ലെങ്കിൽ 338 കഴിഞ്ഞ് കഴിഞ്ഞാൽ 339 എന്ന് ഇടണം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സെഡീഷൻ കേസുകളിൽ 124A IPC. ദെൻ വേറെ ഏതൊക്കെ കേസുകളിലാണ് നമ്മൾ, അങ്ങനെ പല കേസുകളിലും നമ്മൾ ഈ അഡീഷണൽ ആയിട്ട് പിന്നീട് ആഡ് ചെയ്യുന്നതിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെയും ആർട്ടിക്കിൾ 338 എ എന്ന് പറയുന്ന ഒരു സംഘടന, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്തിരിക്കുകയാണ്. സോ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്ന രണ്ട് സംഘടനകൾ ഒരുമിച്ചായിരുന്നു 2000 കാലഘട്ടം വരെ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സും ഷെഡ്യൂൾഡ് കാസ്റ്റും ഒറ്റ സംഘടനയായിരുന്നു, ആർട്ടിക്കിൾ 338 പ്രകാരം. ദെൻ 2003 അമെൻഡ്മെന്റ് ആക്ട് പ്രകാരമാണ് നമ്മളുടെ രണ്ട് സംഘടനകളെയും, ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും സംഘടനകളെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് പ്രകാരമാണ് നമ്മൾ 338 എയിനെ നമ്മൾ രൂപീകരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും ഒറ്റ സംഘടനയായിരുന്നത് രണ്ട് സംഘടനയായിട്ട് നമ്മൾ മാറ്റി. ദെൻ 2004 ഈ ഒരു സംഘടന രൂപീകരിക്കുന്നത്. സോ ആർട്ടിക്കിൾ 338 എന്താണ്? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ദെൻ 338 കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആയിട്ടും മാറി. ദെൻ പുതിയൊരു ആർട്ടിക്കിൾ 338 ബി എന്ന് പറയുന്ന ഒരു സംഘടന വന്നിട്ടുണ്ട്, ഷെഡ്യൂൾഡ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ. ദെൻ പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ ഇതൊരു 5 മെമ്പർ ബോഡിയാണ്. എത്ര മെമ്പർ ബോഡിയാണ്? 5 മെമ്പർ ബോഡിയാണ്. ചെയർമാൻ ഉണ്ടാവും, വൈസ് ചെയർമാൻ ഉണ്ടാവും, 3 മെമ്പേഴ്സ് ഉണ്ടാവും. ചെയർമാൻ ഒരു ക്യാബിനറ്റ് പദവിയുള്ള ഒരു ആളായിരിക്കും, വിച്ച് മീൻസ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി കിട്ടും. ദെൻ നെക്സ്റ്റ് കാര്യങ്ങൾ എന്താണ്? ഇവരുടെ കാലാവധി 3 വർഷത്തേക്കായിരിക്കും ഇവരുടെ കാലാവധി ഉണ്ടാകുക. ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. സോ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ഏകദേശം സെയിം ആണ്, 5 മെമ്പർ ബോഡിയാണ്. വൈസ് ചെയർമാൻ ഉണ്ടാവും, വൈസ് ചെയർമാൻ ഉണ്ടാവും, 3 മെമ്പേഴ്സ് ഉണ്ടാവും, ക്യാബിനറ്റ് പദവി ഉണ്ടാകും. ദെൻ എന്താണ്? 3 വർഷത്തേക്കായിരിക്കും ഇവരുടെ കാലാവധി ഉണ്ടാകുക. മാക്സിമം ടേം ഈസ് മാക്സിമം 3 years, റിന്യൂവബിൾ വൺസ്. All member appointed by president through official warrant. എന്താണ്? പ്രസിഡന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യും ത്രൂ ഒഫീഷ്യൽ വാറന്റ്. സോ ആരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുക? നമ്മളുടെ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യും, നമ്മളുടെ പ്രസിഡന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യും. ഓക്കെ,
ദെൻ ഇതിൽ ഇവർക്ക് എന്താണ് പ്രധാനപ്പെട്ട പണി? ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽസിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അവർക്കെതിരെയുള്ള കേസുകൾ അല്ലെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവരെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ദെൻ പ്രസിഡന്റിന് സജഷൻസുകൾ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആരുടെ ജോലി? നമ്മളുടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ജോലി. ഓക്കെ, സോ ആർട്ടിക്കിൾ 338A. ദെൻ 2003 2025 ഈ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഫെബ്രുവരിയിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ഫെബ്രുവരി 19 20 എന്തോ ആണ് ഇത് ഒഫീഷ്യലി ഫോം ചെയ്തത്. സോ 22 വർഷമായി നമ്മളുടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഫോം ചെയ്തിട്ട്. സോ അതിന്റെ ഒരു വാർഷിക ആഘോഷമൊക്കെ നടന്നത് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതൊന്ന് ബ്രീഫായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ.